ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ വളരെ കുറഞ്ഞ ഐറ്റംസൊക്കെ വെച്ചിട്ട് പത്തിരിപ്പൊടി വെച്ച് നമ്മൾ ഇന്നൊരു മസാലപ്പൊട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് വളരെ ഈസിയാണ്, കറിയൊന്നും ഇല്ലാതെ കഴിക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു തക്കാളി, ഒരു സവാള, ഇഞ്ചി ചെറിയ കഷ്ണം 2, വെളുത്തുള്ളി അല്ലി, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം അരിഞ്ഞെടുക്കണം. ഇത് ഒരു തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. തേങ്ങയുടെ ആ വെളുത്ത ഭാഗം മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ സവാളയും പച്ചമുളകൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു കടായി സ്റ്റവിൽ വെച്ച് ചൂടായി വരുമ്പോൾ 2 സ്പൂൺ വെളിച്ചെണ്ണയും ഇഞ്ചിയും പച്ചമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞതും കൂടെ ആദ്യം ഇട്ട് കൊടുക്കണം. ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ, ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെ ആ പച്ചമണം വന്നു കഴിഞ്ഞാൽ അത് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് കളറ് മാറി വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു 1/4 സ്പൂണോളം ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തു. ഇതിനോടൊപ്പം തന്നെ 1/2 സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. സാധാരണ മുളക് പൊടി തന്നെയാണ് കേട്ടോ. അത് ഒരു 1/2 സ്പൂണോളം തന്നെ ചേർത്ത് കൊടുക്കണം. കുറച്ച് എരിവുള്ളതാണ് കേട്ടോ ഇത്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും ഇതുപോലെ തന്നെ ഒരു 1/2 സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ പൊടികളെല്ലാം വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. കളർ മാറരുത്, കളർ മാറാതെ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് മൂപ്പിച്ചെടുത്ത് വളരെ പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ ഇതെല്ലാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു സവാളയും അതുപോലെ തന്നെ തക്കാളിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കൂടുതൽ ഐറ്റംസ് ഒന്നും തന്നെ ഇല്ല, ഇതെല്ലാം എന്നും നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇത് ഞാൻ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു 3 പേർക്ക് നന്നായിട്ട് കഴിക്കാനുള്ളൊരു ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൃത്യമായിട്ട് നമുക്ക് കഴിക്കാൻ, ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനാണെങ്കിൽ 3 പേർക്ക് കഴിക്കാൻ പാകത്തിനാണ്. അപ്പോൾ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് അടച്ച് വയ്ക്കാം. ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വയ്ക്കാം. ഇനി ഞാൻ നേരത്തെ തേങ്ങ ഇവിടെ ചിരവി വെച്ചിരുന്നില്ലേ, ആ തേങ്ങയിലേക്ക് ഒരു 1/2 കപ്പോളം തന്നെ ചൂടുവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ചൂടുവെള്ളം ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. കൈ കൊണ്ട് ഇപ്പോൾ ഇളക്കരുത്, കുറച്ച് ചൂടുവെള്ളം ആയതുകൊണ്ട് നമുക്ക് കൈ പൊള്ളും. അപ്പോൾ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് കൈ പൊള്ളാത്ത രീതിയിലേക്ക് ഒന്ന് ചൂടാറി വരുമ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് പിഴിഞ്ഞെടുക്കണം. ഇതിൽ നിന്ന് തന്നെയാണ് നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കരുത്, ഒറ്റ പിഴിയലേ പാടുള്ളൂ കേട്ടോ. നമ്മൾ ആ ഒഴിച്ച വെള്ളം ഉണ്ടല്ലോ, ചൂടുവെള്ളം, അതിങ്ങനെ കിട്ടുന്ന രീതിയിൽ പിഴിഞ്ഞെടുക്കാൻ പാടുള്ളൂ. ഇത് നമ്മൾ ഇനി യൂസ് ചെയ്യുന്നുണ്ട്. തേങ്ങാപ്പീര ആയിട്ടില്ല കേട്ടോ. അത് ചെറുതായിട്ടൊന്നിങ്ങനെ പിഴിഞ്ഞെടുത്ത് ആ 1-ാം പാൽ പോലെ നമ്മൾ എടുക്കുന്നതേ ഉള്ളൂ. ഇത് ഞാനിങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ച ആ ഭാഗങ്ങളെല്ലാം എടുത്ത് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പാലിനും ആയിട്ടുണ്ട്. ഇനി ഇത് തേങ്ങയായിട്ട് ഇത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ. അപ്പോൾ എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാം. പ്രത്യേകിച്ച് അരിപ്പൊടിയും തേങ്ങാപ്പാലും എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ തനി ട്രഡീഷണൽ റെസിപ്പിയിൽ വരുന്നതാണ്. അതുപോലെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ. അപ്പോൾ ഇതാവുമ്പോഴേക്കും നമ്മുടെ തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് ഒന്ന് ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഒന്നിങ്ങനെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി ഇങ്ങനെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ കണ്ടില്ലേ, നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചൂടാറാൻ വേണ്ടി വെക്കണം. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാനായിരിക്കണം കേട്ടോ. ഒരുപാട് ഇങ്ങനെ ഇട്ട് വഴറ്റി ഡ്രൈ ആക്കി എടുക്കൊന്നും വേണ്ട. ഈ ഒരു രീതിയിൽ ആയാൽ മതി, വളരെ പെട്ടെന്നായി കിട്ടും. അപ്പോൾ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം, എന്നിട്ട് ചൂടാറാൻ വേണ്ടി വെക്കാം കേട്ടോ. കടായിയൊക്കെ ഒന്ന് ചൂടാറട്ടെ. അപ്പോൾ അതാ ഒരു 5 മിനിറ്റിന് ശേഷം ഇതാ ഞാൻ സ്റ്റവിൽ നിന്ന് ഓഫ് ചെയ്ത് ഇറക്കി വെച്ചതാണ് കേട്ടോ. ചൂടാറിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ എടുക്കുന്നത് പത്തിരിപ്പൊടിയാണ് കേട്ടോ, തരിയില്ലാത്ത പത്തിരിപ്പൊടി. ഇതിന് പകരം പുട്ടുപൊടി എടുക്കാം. ഞാൻ അളന്നെടുക്കുന്നത് കപ്പിലാണ്. 350 ml കപ്പ് കണക്കാണ് കേട്ടോ ഈ ഒരു ബൗള്. അതിൽ ഞാനൊരു 1.5 ബൗൾ എടുത്തിട്ടുണ്ട്. 2 വരെ ആവാം കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇത് കറക്റ്റ് അളവ് എടുക്കുകയാണെങ്കിൽ 1.5 അല്ലെങ്കിൽ 2 കപ്പോളം എടുക്കുക. അത് പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്, നനച്ച് പൊടിച്ച് വറുത്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിന് പകരം നല്ല പുട്ടുപൊടി നമുക്ക് വാങ്ങിക്കുന്നത് എടുക്കാം. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളതായതുകൊണ്ടാണ് ഞാനിത് എടുക്കുന്നത്. ഇനി ഇതിനെ ഒട്ടും വെള്ളം ചേർക്കാതെ ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഇളക്കിയെടുക്കണം കേട്ടോ. നമ്മൾ ഈ കയ്യിലിങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ തന്നെ ഈ സവാളയും മസാലയൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഇതിൽ മിക്സായിട്ട് വരണം.
അത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ പൊടിഞ്ഞ് നന്നായിട്ട് യോജിച്ച് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടാൽ മതി. ജാറിലിടേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നന്നായിട്ട് ഒതുക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ കൂട്ടിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങാപ്പാലുണ്ടല്ലോ, അതിലാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത് കേട്ടോ. ഇതിങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ നല്ലൊരു മണമാണ് തേങ്ങാപ്പാൽ ഒഴിച്ച് ഈ പൊടി ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ. അപ്പോൾ ഇത് കൂടുതലാവൊന്നുമില്ല, വെള്ളമൊന്നും കൂടുതലാവില്ല. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുമ്പോൾ ഈ ഒരു കളറിൽ വരും. ഇങ്ങനെ ഇളക്കാൻ നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാൻ പാടാണെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് കിട്ടും കട്ടയില്ലാതെ. അപ്പോൾ ഇതായിട്ടുണ്ട്, മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പിഴിഞ്ഞെടുത്ത തേങ്ങയാണ് കേട്ടോ ഇത്. തേങ്ങ പീരാന്ന് പറയാൻ പറ്റില്ല, തേങ്ങയുടെ ആ ഒരു ടേസ്റ്റ് പോയിട്ടില്ല. നമ്മൾ കുറച്ച് പിഴിഞ്ഞെടുത്തതേ ഉള്ളൂ. ഇനി നമുക്ക് ആവശ്യം പുട്ടും കുറ്റിയാണ്. ഞാനിവിടെ ഉണ്ടാക്കുന്നത് സാധാരണ പുട്ടും കുറ്റിയിലാണ് കേട്ടോ. ഇതിന് പകരം ആ റൗണ്ടിൽ സ്റ്റീം ചെയ്യുന്ന സ്റ്റീമറാണെങ്കിലും കുഴപ്പമില്ല. ഇനി ഇത് കാണാൻ ഭംഗിക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ അളന്ന് ഈ പുട്ടും കുറ്റിയിൽ നിറച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. അതല്ലാതെ നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുമ്പോൾ അങ്ങനെ കറക്റ്റ് അളവൊന്നും നോക്കില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ തേങ്ങ ഇട്ട് കൊടുക്കണം. തേങ്ങ ഞാനിപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പാല് ഒന്ന് പിഴിഞ്ഞ് വെച്ചതാണ് കേട്ടോ, അതാണ് എടുക്കുന്നത്. ആ തേങ്ങ തന്നെയാണ് ഇതിലേക്ക് എടുക്കുന്നത്. അടിയിൽ ഇട്ട് കൊടുക്കണം. ആദ്യം ഇതുപോലെ തേങ്ങ 2 സ്പൂണോളം ഇട്ട് കൊടുക്കണം. അത് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. തേങ്ങ ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ വേറെ തേങ്ങ എടുത്താലും മതി. നമ്മൾ ഇങ്ങനെ പിഴിയാത്ത തേങ്ങ എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അരിപ്പൊടിയാണ് കേട്ടോ. ഒട്ടും കട്ടയില്ലാതെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അരിപ്പൊടി പലതും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ പുട്ടുപൊടിയൊക്കെ വാങ്ങിക്കുന്നതൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെള്ളം കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിന് പകരം തേങ്ങാപ്പാലിന് പകരം വെള്ളം ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഈ ഒരു ലെവലിലാണ് ഇട്ടിട്ടുള്ളത്. ഒരു 2-2.5 പിടിയോളം ഇട്ട് കൊടുക്കുക. നടുക്കിലായിട്ട് വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കുക. നമ്മളിങ്ങനെ ഒരുപാട് ലെയറൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. ചെറിയ പുട്ടുകുറ്റിയാണ് എൻ്റേത്. അപ്പോൾ ഇതിലിതാ ഇത്രയും ഇട്ട് കൊടുത്ത് തേങ്ങ നിറച്ചിട്ടുണ്ട്. വീണ്ടും അതുപോലെ തന്നെ ഇതുപോലെ കൈ കൊണ്ട് നിറയ്ക്കാം. അതല്ലെങ്കിൽ ഒരു വലിയ തവി എടുത്തിട്ട് അത് വെച്ച് നിറച്ചാലും മതി. അപ്പോൾ ഇങ്ങനെ നല്ലോണം നിറച്ചതിന് ശേഷം നന്നായിട്ട് പ്രസ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഇതിൻ്റെ മേളിലും കൂടെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇത് ആവുമ്പോഴേക്കും നമ്മുടെ പുട്ടും കുടത്തിൽ വെള്ളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ അത് നല്ലോണം ആവി വരും. അതുവരെ വെയിറ്റ് ചെയ്യുക. ആവി വന്ന് ഒരു 1-2 മിനിറ്റോളം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. എന്നാലാണ് അത് വെന്ത് കിട്ടുകയുള്ളൂ പൊടിയൊക്കെ. അപ്പോൾ അതാ നന്നായിട്ട് ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പുട്ടിൻ്റെ നല്ല മണം വരുന്നുണ്ട്. ഇനി ഇതുപോലെ എടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ഇങ്ങനെ ആവി വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക മണം, ഒരു ചിക്കൻ കറിയുടെയോ മസാലയുടെ ഒക്കെ ഒരു മണമാണ് കേട്ടോ. അപ്പോൾ അതാ നമുക്കിഷ്ടമുള്ള പോലെ ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇതിൽ തന്നെ മസാല ഇട്ട് നമുക്ക് ചിക്കനൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ ഈ ഒരു രീതിയിൽ. അപ്പോൾ ഒരെണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾക്ക് ഇതേപോലെ തന്നെ അടുത്തതും കൂടെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതുപോലെ തന്നെയാണ് നമുക്ക് കാണാൻ ഭംഗിനെക്കാട്ടിലും കഴിക്കാൻ നല്ല രുചിയാണ്. ഇതിന് കറികളൊന്നും വേണ്ട. ഇത് സ്റ്റീമായി വരുമ്പോൾ ഒരു നല്ലൊരു മണമാണ് കേട്ടോ. ഇതിൽ നമ്മൾ തേങ്ങാപ്പാലും മസാലയൊക്കെ ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് അങ്ങനെ. അപ്പോൾ അത് അടുത്തതും കൂടെ ഇതുപോലെ വെച്ച് നന്നായിട്ട് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ ഈ ഒരു അളവ് വെച്ചിട്ട് 3 കുറ്റി പുട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി കഴിക്കാനുള്ളതുണ്ട്, ഒരു 3 പേർക്ക് കഴിക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെ ഈസി റെസിപ്പിയാണ്. അധികം ഐറ്റംസ് ഒന്നുമില്ല. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പുട്ടിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ്. കറികളൊന്നും വേണ്ട, പഴമോ പപ്പടമോ ഒന്നും തന്നെ വേണ്ട. ഒരു കട്ടൻ ചായയോ ഒരു ചായയോ ഒക്കെ ഉണ്ടായാൽ മതി കേട്ടോ. നമ്മൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കണം. എത്ര കഴിച്ചാലും മതിയാവില്ല. പുട്ട് ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചു പോകും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കണേ. ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.